എന്നാ നീ പോ, ഞാൻ നേരത്തെ വന്നേക്കാം. ഓ എന്നെ മനസ്സിലായല്ലേ? നിന്നെ മറക്കാൻ പറ്റുമോ മോനെ? നീ എന്ന് വന്നു? ജയിലിലോട്ട് കുറെ ആയി. ഇന്നാ ഇവിടെ വന്നത്. വാ, നമുക്ക് എന്റെ പുറയിലേക്ക് പോവാം. വേഗം വറുത്തരച്ചു വെക്കണം. ഒരു മസാലക്കറി. നമുക്കൊരു വിരുന്നുകാരനുണ്ട്. ഈ അറിയോ ഇയാളെ? ഇന്നെ പെറാൻ വേണ്ടി ഉമ്മാനെ കയറ്റുകെട്ടിലേക്ക് കിടത്തി ഈ കാടും മലയും കയറി ഇറങ്ങി ആശുപത്രിയിൽ എത്തിച്ച ആളാ. മോളുടെ പേര് സൈനു. സൈനബാന്ന മുഴുവൻ പേര്. പഠിക്കണോ? എഴുതാനും വായിക്കാനും പഠിപ്പിച്ച്. പിന്നെ ഇവിടെ വെക്കാനും വിളമ്പാനും ആള് വേണ്ടേ? ഇരിക്കി. വർഗീസിനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയതിന് ശേഷം കുറെ നാളത്തേക്ക് ഞങ്ങൾ ആരും അന്നയെ പുറത്തേക്ക് കണ്ടിട്ടില്ല. അക്കാലത്ത് പൈലിയും ചാക്കോച്ചനും ഒറ്റ കെട്ട, കൂട്ടത്തില് ഞാനും. നായാട്ടും വെടിയിറച്ചിയും കോഴിക്കോട്ട് പോക്കും ബഹു കുശിയായിരുന്നു. മാത്തുക്കുട്ടിക്ക് അന്നയെ കല്യാണം ആലോചിക്കുന്നത് അപ്പളാ. പക്ഷെ അന്ന സമ്മതിച്ചില്ല. അവൾ തീർത്ത് പറഞ്ഞ് അവൾക്ക് കല്യാണം വേണ്ട. ഒടുവിൽ പൈലി എന്നോട് പറഞ്ഞ് കാതിരക്ക് അവളെ ഒന്ന് ഉപദേശിക്കണം.